യോഗയെക്കുറിച്ച് കേൾക്കാത്തവർ ഇന്ത്യയിൽ വളരെ വിരളം തന്നെയായിരിക്കും. അമേരിക്കയിൽ 1/3 യോഗയെക്കുറിച്ച് അറിയാം. അവർ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രതിവർഷം $7 ബില്യൺ വർധനവാണ് യോഗ വ്യവസായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 1893 സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗത്തിന് ശേഷമായിരുന്നു യോഗ ലോകവ്യാപകമായിട്ട് പ്രസിദ്ധി നേടിയെടുത്തത്. ഇന്ന് ലോകത്ത് 300 മില്യൺ ആളുകളാണ് യോഗ മൊത്തത്തിൽ പ്രാക്ടീസ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് ഇൻഡസ്ട്രി ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് യോഗ ഇത്രയ്ക്കും വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് യോഗയ്ക്ക് ഇത്രയും പ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകവ്യാപകമായിട്ടും ഇങ്ങനെ തന്നെയാണ് ഒരു ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ജോലി ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്ന ജോലി സമ്മർദ്ദങ്ങൾ, ആ ജോലി സമ്മർദ്ദം മൂലം ഉണ്ടാവുന്ന ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ്, ഇത്തരം കാര്യങ്ങളെല്ലാം ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്കിടയിൽ. അപ്പോൾ ഇതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന രീതിയിലാണ് യോഗയെ കണക്കാക്കുന്നത്. അതായത് യോഗയിൽ പറയപ്പെടുന്ന മെഡിറ്റേഷൻ എല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തരം സ്ട്രെസ് റിലീഫിനെല്ലാം ഇത് കാരണമാകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഈ ഒരു കാരണത്തെ തന്നെ മുതലെടുത്തുകൊണ്ട് എന്ന് പറയേണ്ടി വരും. ഇതിനെ ഒരു വലിയൊരു ബിസിനസ് ആക്കി മാറ്റിക്കൊണ്ടാണ് ഇന്ന് യോഗയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് പറയേണ്ടി വരും. ഇതിന് എന്തുകൊണ്ട് അതൊരു വലിയൊരു ബിസിനസ് ആക്കി മാറ്റി? മോഡേൺ യോഗ എന്ന് പറയുന്നത് പഴയ എന്താണ് യഥാർത്ഥ യോഗ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ഫിസിക്കൽ എക്സസൈസ് ആയിട്ട്, ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആയിട്ടൊക്കെ മാറിയിരിക്കുകയാണ്. യോഗ ഇന്ന് പലതരം അതിൻ്റെ പല രീതിയിലുള്ള പോസ്റ്റേഴ്സ് ആണ് യോഗയിൽ ഉള്ളത്. അതായത് ഡോഗ് യോഗ, ന്യൂഡ് യോഗ, ഡിയർ യോഗ, അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് യോഗ പ്രഹസനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഒരു 250ഓളം യോഗ പോസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ മെജോറിറ്റി ഏറ്റവും കൂടുതൽ പോസ്റ്റേഴ്സും ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലാണ് യോഗയിലേക്ക് വന്നു ചേർന്നത്, അല്ലെങ്കിൽ യോഗയിലേക്ക് കൂട്ടിച്ചേർത്തത് എന്ന് പറയേണ്ടി വരും. അതായത് 15ാം നൂറ്റാണ്ടിന് ശേഷമാണ് യോഗ പോസ്റ്റേഴ്സ് എല്ലാം ഡെവലപ്പായി വന്നത് എന്ന് അത് നമുക്ക് ചരിത്രം നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇത്തരം യോഗ, അതായത് എന്താണ് യഥാർത്ഥത്തിൽ യോഗ എന്നും നിത്യജീവിതത്തിൽ ഒരു സാധാരണ മനുഷ്യന് യോഗ പോസിബിൾ ആണോ അല്ലയോ എന്നാണ് നോക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ യോഗ എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതൊരു ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പൊ നമുക്ക് യോഗ എന്താണെന്ന് വ്യക്തമായിട്ട് തന്നെ നോക്കാം. ഹിന്ദു മിത്തോളജി അനുസരിച്ച് ശിവഭഗവാനാണ് യോഗയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് ആദിയോഗി എന്ന് പറയപ്പെടുന്നത്. അതായത് ശിവഭഗവാൻ പാർവതി ദേവിക്ക് യോഗാജ്ഞാനം കൊടുക്കുകയും പാർവതി ദേവി സപ്തഋഷിമാർക്ക് യോഗജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്തു. ഈ സപ്തഋഷിമാര് യോഗയെ ലോകവ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു എന്നാണ് വിശ്വാസമുള്ളത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ കാലഘട്ടത്തിൽ യോഗ പ്രാക്ടീസ് ചെയ്തതായിട്ട് നമുക്ക് രേഖകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിലാണ് ആദ്യത്തെ യോഗയെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. പിന്നീട് ഉപനിഷത്തുകളിൽ, മഹാകാവ്യങ്ങളിൽ, പുരാണങ്ങളിലെല്ലാം യോഗയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ വ്യക്തമായിട്ട് യോഗ എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത് 500 BC 500 കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടു എന്ന് കരുതുന്ന ഭഗവത്ഗീതയിലാണ് യോഗ എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നത്. എന്നാൽ യോഗയെക്കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞത് പതഞ്ജലി മഹർഷിയായിരുന്നു. അദ്ദേഹം ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പതഞ്ജലി സൂത്രത്തിൽ യോഗ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ക്ലാസിക്കൽ യോഗയുടെ പിതാവായിട്ടും കണക്കാക്കപ്പെടുന്നത്. യോഗ എന്ന പദത്തിന്റെ അർത്ഥം അറിഞ്ഞാൽ തന്നെ എന്താണ് യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യോഗ എന്ന പദം യുജി എന്ന സാൻസ്കൃത വേർഡിൽ നിന്നാണ് യോഗ എന്ന പദം ഉണ്ടാവുന്നത്. ടു ജോയിൻ, ടു യുണൈറ്റ് എന്നാണ് ഈ വാക്കിനർത്ഥം. അതായത് ഒത്തുചേരുക, സംയമം ഉണ്ടാവുക എന്നതാണ് ഇതിനൊരു അർത്ഥം. ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് ഒരു പ്രാപഞ്ചിക ബോധമുണ്ട് എന്നും ആ പ്രാപഞ്ചിക ബോധത്തിലേക്ക് നമ്മുടെ ബോധത്തെ ഒത്തുചേർക്കുക, അതിലേക്ക് ലയിച്ചു ചേരുക എന്നതാണ് യോഗ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും യോഗ എന്നുള്ളത് ഒരു കുട്ടിക്കളിയല്ല, ഒരു ചില്ലറ കാര്യമല്ല. ഇതൊരു ബ്രോഡ് കോൺസെപ്റ്റ് ആണ്. ആദ്യം യോഗയിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം കോൺസെപ്റ്റുകൾ നമ്മൾ അംഗീകരിക്കാനും കൂടി തയ്യാറാവണം.
അതായത് ഇത്തരം കോൺസെപ്റ്റുകൾ ശാസ്ത്രീയമായിട്ട് ഉണ്ടോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് ഇന്നും അവശേഷിക്കുന്നുണ്ട്. എന്താണ് യോഗ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് ഹിന്ദു മിത്തോളജി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ യോഗയുടെ വിശ്വാസം അനുസരിച്ചിട്ട് നമുക്ക് ജനന മരണങ്ങളുണ്ട്. അതായത് വ്യത്യസ്തമായ കാലചക്രത്തിൽ പല പല ജന്മങ്ങളായിട്ട് നമ്മൾ ജനിക്കുന്നുണ്ട്. ഇത്തരം ജന്മങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് യോഗയായിട്ട് മാറുന്നത്, യോഗ ചെയ്യുന്നത്. അപ്പൊ യോഗ എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു പാതയാണ്, ഒരു ടൂളാണ് യോഗ എന്ന് പറയുന്നത്. യോഗയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള യോഗകളുണ്ട്. പല രീതിയിലൂടെ ഇത്തരം യോഗകൾ ചെയ്തുകൊണ്ട് നമുക്ക് മുക്തി നേടാൻ പറ്റും, ലിബറേഷൻ നേടാൻ പറ്റും. അതിൽ രാജയോഗത്തിൽ പറയുന്നത്, അതായത് ഭഗവത്ഗീതയിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട 3 യോഗകൾ എന്തെന്നാൽ ഭക്തിയോഗ, ജ്ഞാനയോഗ, കർമ്മയോഗ എന്നുള്ളതാണ്. ഇതിൽ കർമ്മയോഗ എന്ന് പറയുന്നത് നമ്മുടെ കർമ്മം കൊണ്ട് നമുക്ക് മുക്തി നേടാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ട് ആ ജോലിയിൽ നമ്മൾ സ്വയം അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മുക്തി നേടാൻ പറ്റും എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഇതിനാണ് ഈ പറയുന്ന ഭഗവത്ഗീതയിൽ തന്നെ കൃഷ്ണൻ അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നത്, തൻ്റെ ബ്രദേഴ്സിനെ എതിരെ തന്നെ യുദ്ധം ചെയ്യിപ്പിക്കുന്നത്. തൻ്റെ കർമ്മം യുദ്ധം ചെയ്യലാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കലാണ്. സോ അത് ചെയ്താൽ മാത്രമാണ് തനിക്ക് മുക്തി ലഭിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെയാണ് ഭഗവത്ഗീതയിൽ വരുന്നത്. അപ്പോൾ ഏതൊരു ജോലിയിലും ലയിച്ചു ചെയ്യുക, അങ്ങനെ ലയിച്ചു ചെയ്തു കഴിഞ്ഞാലും കർമ്മയോഗിയായി തീരാൻ പറ്റുമെന്നും മോക്ഷം ലഭിക്കുമെന്നുമാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഇതിൽ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഭക്തിയോഗം. ഭക്തിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് വളരെ വിശ്വാസത്തോടു കൂടി ഏതെങ്കിലും ഒരു ഡേറ്റിയെ അല്ലെങ്കിൽ എന്തുമാവാം അതിന് ദൈവം എന്ന് കരുതിയിട്ട് അത് തന്നെയാണ് തൻ്റെ ദൈവം എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ ഇമോഷണലായിട്ട് നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ ഭക്തി മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാലും ഇത്തരത്തിൽ മോക്ഷം നേടാമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ജ്ഞാനയോഗിയാണ്. എന്താണ് ജ്ഞാനയോഗി എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, യോഗികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ജ്ഞാനയോഗി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ജ്ഞാനയോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗയോ അല്ലെങ്കിൽ മറ്റേ കർമ്മമോ അല്ലെങ്കിൽ മറ്റ് ഡിവോഷനോ ചെയ്യേണ്ട, അതായത് ഭക്തി മാർഗത്തിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് വളരെ വയസ്സായിട്ടുള്ള ഒരാളായിരിക്കും. വളരെ തൻ്റെ ജ്ഞാനം കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ അറിയുകയും പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു ചേരാൻ പറ്റും എന്നാണ് ഈ പറയപ്പെടുന്ന ജ്ഞാനയോഗി എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരം യോഗങ്ങളാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ള യോഗ എന്താണെന്ന് നോക്കാം. ഇത് കുറച്ച് വ്യത്യസ്തമാണ്, അത് എന്താണെന്ന് കൂടി നോക്കാം. പതഞ്ജലി മഹർഷി യോഗയെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. യോഗം ചിത്തവൃത്തി നിരോധം എന്നാണ് ഒറ്റ വാക്കിൽ പതഞ്ജലി മഹർഷി പറയുന്നത്. എന്താണ് ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ മനസ്സ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി എടുക്കണം. അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് വിശദീകരണങ്ങളെല്ലാം തരേണ്ടി വരും, വീഡിയോ നീണ്ടു പോകും, അതുകൊണ്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ. ഓക്കെ, ഇനി എന്താണ് പതഞ്ജലി മഹർഷി പറയുന്ന യോഗ, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് പതഞ്ജലി മഹർഷി മുന്നോട്ട് വരുന്ന അഷ്ടാംഗമാണ്. ഈ അഷ്ടാംഗത്തിലൂടെയാണ് യോഗയിൽ മുക്തി നേടാൻ പറ്റുക, സമാധിപാദം അച്ചീവ് ചെയ്ത് യമം നേടാൻ പറ്റുക എന്നാണ് പറയുന്നത്. ഇതിൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് പറയുന്നത് യമം, നിയമം, ആസനം, പ്രാണയാമം, പ്രത്യാഹാരം എന്നീ 5 സ്റ്റേജുകളായിട്ടാണ് ആദ്യത്തെ സ്റ്റേജ് വരുന്നത്. ഇതിൽ യമം നിയമം എന്ന് പറയുന്നത് അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ ഡിസിപ്ലിൻസ് ആണ്. അതായത് ഒരു യോഗിയായി മാറണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. അതായത് നമ്മൾ ഇന്ന് മോഡേൺ യോഗ എന്ന് പറഞ്ഞു പറഞ്ഞ ഫിറ്റ്നസ് പ്രോഗ്രാം ആണോ ഇതിൽ പറയപ്പെടുന്നത്, യഥാർത്ഥത്തിൽ പറയപ്പെടുന്ന യോഗ എന്താണെന്ന് നിങ്ങൾക്ക് ഇനി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. അതായത് ഈ യമത്തിൽ പറയുന്നുണ്ട് അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം, സത്യം, അപരിഗ്രഹം. ഇങ്ങനെ 5 നിയമങ്ങളാണ് ആദ്യത്തെ പോയിന്റിൽ വരുന്നത്, അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ വരുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദ്രോഹിക്കാതെ ഇരിക്കുക, അതായത് മനസ്സാല വാക്കാല ദ്രോഹിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് വരുന്നത്. പിന്നെ അസ്തേയം എന്ന് പറയുന്നത് വഞ്ചിക്കാതിരിക്കുക, മനസ്സാ വാച കർമ്മണ മറ്റൊരാളെ വഞ്ചിക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്, മനസ്സാ വാച കർമ്മണ ദാമ്പത്തിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക, സ്ത്രീ പുരുഷ ബന്ധം പാടില്ല എന്നാണ് പറയുന്നത്. ശാരീരികമായിട്ടുള്ള ബന്ധം പാടില്ല എന്നാണ് ബ്രഹ്മചര്യത്തിൽ പറയുന്നത്.
അടുത്തായിട്ട് പറയുന്നത് അപരിഗ്രഹം. അപരിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യരുടെ വസ്തുവിനെ നമുക്ക് അതായത് കട്ടെടുക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല എന്നും ധനം തട്ടിയെടുക്കാൻ പാടില്ല എന്നാണ് യമത്തിൽ പറയുന്നത്. ഇനി നിയമം എന്താണെന്ന് നോക്കാം. യമം പോലെ തന്നെ നിയമവും രണ്ടും ഏറെക്കുറെ ഒന്നായിട്ട് തന്നെയാണ് കിടക്കുന്നത്. നിയമത്തിൽ വരുന്നത് സന്തോഷം, ശൗചം, തപസ്, അതുപോലെ തന്നെ സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നീ 5 പോയിന്റുകളാണ് നിയമത്തിൽ വരുന്നത്. ഇതിൽ തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തപം ചെയ്യുക, ഡയറ്റ് ഏതാണോ നമ്മളെടുത്ത ഡയറ്റ് ആ ഡയറ്റിയോട് തപം ചെയ്യുക എന്നുള്ളതാണ്. ഈശ്വര പ്രണിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേ നമ്മുടെ ഡയറ്റിയോട് വളരെ ഡയറ്റിനെ പ്രീതിപ്പെടുത്തുക, വളരെ ഡിവോഷണായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത്. അത് തന്നെ സ്വാധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ തന്ത്രങ്ങളാണ്, മന്ത്രങ്ങളും തന്ത്രങ്ങളും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് സ്വാധ്യായത്തിൽ വരുന്നത്. പിന്നെ ശൗചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമായിട്ട് വളരെ ശുചിത്വത്തോടുകൂടി ഇരിക്കണം എന്നാണ് പറയുന്നത്. സന്തോഷം എന്ന് പറഞ്ഞ് മനസ്സിനെ എപ്പോഴും വളരെ സന്തോഷത്തോടെ വെക്കണം എന്നാണ് സന്തോഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെയാണ് യമം നിയമം എന്നുള്ള ഡിസിപ്ലിൻസ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്ര കണ്ട് പോസിബിൾ ആണ് എന്നുള്ളത്. അതായത് നമ്മൾ ഇന്ന് മോഡേൺ യോഗയും ഈ പറയപ്പെടുന്ന യോഗ കോൺസെപ്റ്റുകളും എത്ര കണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് സാധ്യമാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത്. സത്യം പറയുക, മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കുക, അങ്ങനെ ഈ പറയപ്പെടുന്ന വലിയ വലിയ കോൺസെപ്റ്റുകൾ എത്ര കണ്ട് സാധ്യമാണ് എന്നുള്ളതാണ്. ഇതിൽ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നിയമം, അത് കഴിഞ്ഞാൽ ആസനമാണ്. ആസനത്തെ കുറിച്ച് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ളത് ഒറ്റ വാക്കിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സുഖസ്ഥിര ആസനം, അതായത് സുഖമായിട്ട് സ്ഥിരമായിട്ട് ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റണം, അതിന് നിങ്ങളുടെ ബോഡിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം എന്നുള്ള കാര്യം മാത്രമാണ് ഒറ്റ വാക്കിൽ പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ളൂ. ആസനങ്ങളെ കുറിച്ച് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ നമ്മൾ ഇന്ന് യോഗാസനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക വ്യത്യസ്തമായ പോസ്റ്റേഴ്സ് ആണ് വരുന്നത്. വ്യത്യസ്തമായ പോസുകളും നേരത്തെ ഞാൻ വീഡിയോയുടെ മുമ്പ് പറഞ്ഞ പോലെ ഈ പറയുന്ന ഡോഗ് സ്റ്റൈലുകളും പല 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 സ്റ്റൈലുകളൊക്കെയാണ് ഇന്ന് യോഗയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യോഗയ്ക്ക് ആസനങ്ങൾ വ്യത്യസ്തമായ ബോഡി സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതും നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഘട്ടങ്ങളിൽ നിയമം ആസനം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാണായാമമാണ്. ബോഡി ഫിറ്റ്നസ്, ഈ പറഞ്ഞ പോലെ ബോഡി ഫിറ്റ്നസ് നേടിയ ഒരാൾക്ക് അടുത്തതായിട്ട് ചെയ്യുന്നത് പ്രാണായാമം എന്ന് പറയുമ്പോൾ ബ്രീത്ത് കൺട്രോളിംഗ് ആണ്. ഈ ബ്രീത്ത് കൺട്രോളിംഗ് തന്നെ 3 തരം ബ്രീത്ത് കൺട്രോളിംഗ് കുറിച്ച് സൂത്രത്തിൽ പറയും. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രത്യാഹാരമാണ്. പ്രത്യാഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ എല്ലാം വിഡ്രോ ചെയ്യുക എന്നാണ് പ്രത്യാഹാരത്തിൽ പറയുന്നത്. ഇന്ദ്രിയങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുക എന്നാണ്. ഇപ്പൊ നാവിന് നമുക്കൊരു ഒരു പദാർത്ഥം കണ്ടു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഒരു ബിരിയാണി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൊതി വരില്ലേ? സോ അത്തരം കൊതിയൊന്നും വരാൻ പാടില്ല. അത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും എല്ലാ കോൺസെപ്റ്റും ഉണ്ട്, സെക്സും എല്ലാം ആവകാര്യങ്ങൾ. അപ്പോൾ ഇന്ദ്രിയങ്ങളെയെല്ലാം നമ്മൾ വിഡ്രോ ചെയ്യണം എന്നാണ് ഈ പറയുന്ന പ്രത്യാഹാരത്തിൽ പറയുന്നത്. ഇതാണ് 5ാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. ഈ 5 സ്റ്റെപ്പും വൃത്തിയായിട്ട് പൂർത്തീകരിച്ചാൽ മാത്രമാണ് അടുത്ത ഇനി പ്രധാനപ്പെട്ട തലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി പറയപ്പെടുന്ന 3 സ്റ്റെപ്പുകളാണ് യോഗയുടെ വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ പറയുന്നത് ധാരണയാണ്. അതായത് 6ാമതായിട്ട് വരുന്നത് ധാരണയാണ്. ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ, അത് എന്തുമാവാം, നിങ്ങളുടെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യുന്നതിനെയാണ് ധാരണ എന്നുകൊണ്ട് യോഗയിൽ അർത്ഥമാക്കുന്നത്. ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ധ്യാനത്തിലേക്ക് കിടക്കും. ധ്യാനത്തിലേക്ക് കിടക്കുമ്പോൾ ആ വസ്തുവിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത ആ വസ്തുവിൽ നമ്മൾ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് മാറും. അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് ആ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുമെന്നും ആ വസ്തുവിൽ ഉള്ള ശക്തി നമുക്ക് ലഭിക്കുന്നുവെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ നേടിക്കഴിയുമ്പോൾ കോൺസെൻട്രേഷനും ഫോക്കസുമായി കഴിയുമ്പോഴാണ് നമ്മൾ സമാധി അടയുന്നത്. ഇതാണ് 8ാമത്തെ തലം എന്ന് പറയുന്നത്. ഇതാണ് ഫൈനലായിട്ടുള്ള അവസാനമായിട്ട് യോഗയുടെ തലം എന്ന് പറയുന്നത്, സമാധി. ഇങ്ങനെ ഏതൊരു കാര്യത്തിലാണോ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് സമാധി അടയുന്നത്, ആ വിഷയത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേരും. നമ്മൾ നമ്മളെ തന്നെ മറന്നുകൊണ്ട് ലയിച്ചു ചേരും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു ചേരുക.
പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ട് ഈ കോൺഷ്യസ്നെസ് ഈ പരമമായ കോൺഷ്യസിലേക്ക് ലയിക്കുമ്പോൾ നമുക്ക് സമാധി ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇതിൽ സമാധിയിൽ തന്നെ വ്യത്യസ്തമായ കാര്യങ്ങൾ സമാധി നേടാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഏത് വിഷയമാണോ നമ്മൾ എടുത്തിരിക്കുന്നത് കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി, ആ വിഷയത്തിലാണ് നമ്മൾ സമാധി നേടുന്നത്. അത് അവനവൻ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയാണ് ഇന്ന വിഷയങ്ങളിൽ സമാധി നേടുന്നത്, ഇങ്ങനെ ലയിച്ചു പോകുന്നത്. ഇങ്ങനെ ലയിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് യോഗയുടെ അവസാനത്തെ കാര്യത്തെയാണ് സംയമം എന്ന് പറയുന്നത്. ഈ സംയമം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം പരിപൂർണമായി എന്ന് പറയുന്നു. ഇങ്ങനെയാണ് പതഞ്ജലി മഹർഷി യോഗയെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, യോഗ ചെയ്യേണ്ട രീതിയെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും വലിയൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര കണ്ട് പ്രാക്ടിക്കബിൾ ആണ് എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഈ വിഷയങ്ങളെല്ലാം പറയാൻ കാരണം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ചെയ്യാൻ പറ്റും, പറ്റില്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ ഈ സാധാരണ മനുഷ്യ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നമുക്ക് ഇതിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഒരു ഗുഹാവാസം ഹിമാലയത്തിലൊക്കെ പോയിട്ട് തപസ്സിരിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താലാണ് ഇത്തരം ഒരു യോഗികയായിട്ട് മാറാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ യോഗയൊക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചേഞ്ചസ് വരും. നമ്മുടെ മൈൻഡൊക്കെ ആകെ മാറി തുടങ്ങും. അത് വിവരിക്കാൻ പറ്റാത്തൊരിതാണ്. യോഗ ചെയ്യുന്നവർക്ക് അത് അറിയാം. അപ്പോൾ യോഗ ചെയ്യുമ്പോൾ അതിന് ഓരോ സ്റ്റെപ്സ് ഉണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. ഇന്ന് ഈ വിഷയം ഞാൻ പറയാൻ കാരണം യോഗയുടെ പേരിൽ ഒരുപാട് ചൂഷണം നടക്കുന്നുണ്ട്. യോഗയെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. യോഗയെ തെറ്റിദ്ധരിക്കുകയാണ്. ഒരുപാട് ആളുകൾ യോഗ എന്താണെന്ന് അറിയാതെ തെറ്റിദ്ധരിക്കുകയാണ്. യോഗയെ ഒരു ഫാഷനായിട്ട് എടുത്തുകൊണ്ടൊക്കെയാണ് യോഗയെ പരിഗണിക്കുന്നത്. അപ്പോൾ യോഗ എന്താണ്, യഥാർത്ഥത്തിൽ യോഗ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും